H1B വിസ ഇനി മുതൽ H1B വിസ വേണമെങ്കിൽ $1,00,000 കൊടുക്കേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് തൻ്റെ നിലപാട് മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ H1B വിസ ഉള്ള ആൾക്കാർ, ഇതിനകത്തിരിക്കുന്ന ആൾക്കാർ, അതായത് അമേരിക്കയ്ക്കകത്തുള്ള ആൾക്കാർ പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല എന്നും ഡൊണാൾഡ് ട്രംപ് തിരുത്തി. ആദ്യം പറഞ്ഞത് $1,00,000 തരണം H1B വിസ വേണമെങ്കിൽ. പോരാത്തതിന് ഇതിനകത്തുള്ള അമേരിക്കയിൽ നിലവിൽ ആ വിസ നേടി ഇവിടെ വന്ന് സിലിക്കോൺ വാലിയിൽ അടക്കം ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസ് അത് അടയ്ക്കണം, അല്ലെങ്കിൽ അവർ പുറത്തു പോകണം എന്നുള്ള ട്രംപിൻ്റെ നിലപാട് മാറി. ഇപ്പോഴിതാ ട്രംപ് വീണ്ടും മലക്കം അറിയാനുള്ള സാഹചര്യം കൂടി വരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ H1B വിസയിൽ അമേരിക്കയിൽ എത്തുന്ന ഇന്ത്യക്കാരാണ് അവിടെയുള്ള കോർപ്പറേറ്റ് മേഖല മുഴുവൻ കീഴടക്കിയിരിക്കുന്നത്. 70% കോർപ്പറേറ്റ് പണികളും അവിടെ ഇന്ത്യക്കാരാണ് എടുക്കുന്നത്. അമേരിക്കക്കാരെ ഈ പണിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ AI യുഗം പിറന്നതോടുകൂടി തന്നെ ഇന്ത്യക്കാരെ AI-യുടെ പണികളും ചുമതലകളും ഏൽപ്പിക്കാൻ വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ സ്കില്ല് ഈ മേഖലയ്ക്ക് വേണം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് H1B വിസ ഫീസ് ഗണ്യമായി വർദ്ധിപ്പിച്ച ഈ സാഹചര്യത്തിൽ ഈ വർധനവ് ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും അമേരിക്കയിലേക്ക് ജോലിക്ക് പോയിരുന്നു. ഇത് വലിയ തിരിച്ചടിയായി മാറി. അതായത് ഈ H1B വിസയുടെ ഈ വില വർധനവ് വലിയ തിരിച്ചടിയായി മാറി. ഇതിനു പുറമെ ട്രംപിൻ്റെ നയങ്ങൾ കാരണം അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളും വർദ്ധിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപിൻ്റെ തീരുമാനങ്ങളോടുള്ള എതിർപ്പ് അമേരിക്കയിൽ തന്നെ നേരിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. H1B വിസ ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് US MP മാർ ഒരു കത്തെഴുതി ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അമേരിക്കയുടെ സിലിക്കോൺ വാലി അടക്കം വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകും. ഡൊണാൾഡ് ട്രംപ് H1B വിസ $1,00,000 വർദ്ധിപ്പിച്ചത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിനെ എതിർത്ത് അമിറ ബെറ, സലൂജ് കാർബജൽ, ജൂലി ജോൺസൺ എന്നിവർ ട്രംപിനൊരു കത്തെഴുതി ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തെ ഈ തീരുമാനം പ്രതികൂലമായി ബാധിക്കുമെന്ന് MP മാർ പറയുന്നു. അതേസമയം കൃത്രിമ ബുദ്ധി മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അതായത് AI മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അമേരിക്കയിൽ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് മേഖലകളിൽ മികച്ച മത്സരത്തിന് ഈ വിസ കാരണമാകുമെന്ന് MP മാർ ഇപ്പോഴും പറയുന്നുണ്ട്. പോരാത്തതിന് ഇത് ആത്യന്തികമായി അമേരിക്കയ്ക്ക് ഗുണം ചെയ്യും. ഈ നയം പുനഃപരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന എന്നും ഇപ്പോൾ കൃത്യമായി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. ചൈന AI മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന സമയത്ത് ലോകത്തെ പ്രതിഭകളെല്ലാം നമ്മൾ അമേരിക്കയിൽ എത്തിച്ച് ഈ മേഖല ഉയർത്തണം, ഇല്ലെങ്കിൽ ചൈന ആ മേഖലയും കൊണ്ടുപോകും എന്നാണ് ട്രംപിന് കിട്ടിയ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.